ഇത്രയും പ്രായമുള്ള മനുഷ്യനാണെന്നെങ്കിലും ഓർക്കണ്ടേ? എന്താ ഋതു ഇത്? എന്റെ അമ്മയ്ക്കാണെങ്കിൽ യാതൊരു ചൂടുമില്ല. ഇതിങ്ങനെ തുടർന്നു പോയാലേ അച്ഛന്റെ മനസ്സിൽ അംബികയും മീഡിയക്കാരും നാട്ടുകാരും എല്ലാരും കൂടി ചേർന്ന് അവരെ പ്രതിഷ്ഠിക്കും. അമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ലെന്ന മട്ട. ഇങ്ങനുണ്ടോ ഭാര്യമാര്? നീ എന്താ ഇങ്ങനെ പിച്ചും പെയ്യൊക്കെ പറയുന്ന? ഞാൻ പിച്ചും പെയ്യും പറയുന്നൊന്നുമല്ല. കണ്ടില്ലേ അച്ഛന്റെ പുറകെ ആ സംയുക്ത വന്നതിന് മീഡിയക്കാരുടെ ഓരോ ചോദ്യം. ഒടുവിൽ എല്ലാ ഓൺലൈൻ ചാനലുകളിലും ഇത് ഗോസിപ്പായിട്ട് വരും. വലിയ വിഷയമാവും. ഒരു കളങ്കവും കറപ്ഷനും ഇല്ലാത്ത എന്റെ അച്ഛൻ അവര് കെട്ടേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഋതു. അത് രാജുവിന് എങ്ങനെ അറിയാം അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്? ഋതികയുടെ അച്ഛനായിരിക്കും വർമ്മ സാറ്. പക്ഷേ ഞാൻ ആ വലിയ മനുഷ്യന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ടേ വർഷം കുറച്ചായി. എനിക്കറിയാം സാറിന്റെ മനസ്സ്. അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റിലും ചെന്ന് വീഴില്ല. ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാണേ. വർമ്മ സാറിനെ മൊത്തമായും ചില്ലറയായും വാങ്ങിച്ച ആൾക്ക് വേദനിച്ചെങ്കി സോറി. ഋതുവിന്റെ വികാരവും വിചാരവും എനിക്ക് മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് തന്നെയാ ഞാൻ വർമ്മ സാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്.